എപ്പോഴത്തെയും പോലെ തന്നെ വളരെ രസകരമായ ഒരു കൂട്ടം സംഭവങ്ങളുമായി ഫണ്ണീസ് മൊമെന്റ് സീരീസിലെ ഈ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ വളരെ ഹൃദയഭേദകമായ വലിയൊരു ആക്സിഡന്റ് കണ്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അടുത്തതായി നമുക്കിവിടെ കാണാം, ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നവദമ്പതികൾക്ക് ജീവിതത്തിൽ വളരെയേറെ വിലപ്പെട്ട ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് ഈ അച്ഛൻ. ഒരു വശം മാത്രം മൂർച്ചയുള്ള എന്നാ നിനക്കറിയാമോ? നൈഫ്. എല്ലാ വശവും മൂർച്ചയുള്ള എന്നാ നിനക്കറിയാമോ? വൈഫ്. അതറിഞ്ഞ് ജീവിച്ചാൽ ലൈഫ്. പ്രായം എത്ര കഴിഞ്ഞാലും ബോയ്സ് തന്നെയല്ലേ. ഒരു ലൈവ് ഷോക്കിടെ വളരെ അവിശ്വസനീയമായ ഒരു പ്രകടനം നടത്താമെന്ന് ഈ പുള്ളി പറഞ്ഞു. പക്ഷെ ആ ആങ്കർ വിചാരിച്ചതുപോലുള്ള ഒരു അവിശ്വസനീയ പ്രകടനമല്ല പുള്ളി നടത്തിയത്. ചിലർക്ക് ഈ പോത്ത് പോലെ വളർന്നാലും ഇഞ്ചക്ഷനൊക്കെ പേടിയായിരിക്കും. അത് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പേടിക്ക് അങ്ങനെ കാലവും പ്രായമൊന്നും ഇല്ലല്ലോ. പേടിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ അതിനെന്തിനാണ് വെറുതെ ഈ നവരസവും അതിന്റെ പഞ്ചാറ് വേറെ രസമൊക്കെ ഇടുന്നേ? സ്വയമേവ എഴുന്നേൽക്കാൻ കഴിവില്ലാത്തൊരു സുഹൃത്തിൽ എഴുന്നേൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പറ്റം നന്മയാർന്ന സുഹൃത്തുക്കൾ, അതാണ് നിങ്ങളിവിടെ കാണുന്നത്. മക്ക് എഴുന്നേൽക്കാതെ 12:36 സമയം. എഴുന്നേൽക്കാത്തവനെ എഴുന്നേൽപ്പിക്കണം. എങ്ങനെയായാലും എഴുന്നേൽക്കൂല. കല്ല് പെറുക്ക് അത് വേറെ അല്ല. ഞമ്മളൊന്ന് കൊണ്ടുക്കണെങ്കില് ജദീറ സുഹൃത്തുക്കളൊക്കെ സോലിയങ്ങളിൽ ഉൾപ്പെടുത്തിട്ട് നിങ്ങളോട് എഴുന്നേൽപ്പിക്കാം. അസ്സലാമലൈക്കും. എല്ലാ അല്ല ഇത് ആ റൂമിലല്ലേ ഇടുന്നീന്റെ? അല്ല, ഞാൻ ഈ റൂമിലല്ലേ. ഈ റൂമിലേ ഒരു കയ്യബദ്ധം സോറടാ. എന്നാ ആ റൂം ഒന്ന് ക്ലീൻ ചെയ്താണ്ട്. കള്ളപ്പന്നി. വെണ്ണ കട്ട് തിന്നുന്ന കണ്ണന്റെ റോളാണ് അവനെ കിട്ടിയത്. അതെന്തായാലും നല്ല വൃത്തിയും വെടുപ്പുമായി ചെയ്തു വെച്ചിട്ടുണ്ട്. ആത്മാർത്ഥത ഒരു ലേശം കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. ചിലപ്പോൾ ക്യാരക്ടറിലേക്ക് അവനെങ്കിൽ ലയിച്ചു പോയതുകൊണ്ടായിരിക്കും. അവിടെ പുള്ളി എന്തോ മരക്കൊമ്പ് വെട്ടുകയോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഒരു കോമ്പറ്റീഷൻ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇവരവരുടെ ബോട്ട് കോമ്പറ്റീഷന് വേണ്ടി വെള്ളത്തിലിറക്കി ഇറക്കാൻ നിൽക്കുകയാണ്. അപ്പം പിന്നെ കോമ്പറ്റീഷൻ എന്താവുമെന്ന് കാണണ്ടേ?
ബൈ. Galera, 1, 2, 3, rápido e radical, beleza? 1, 2, 3 e... Rápido, radical! അപ്പൊ തുടക്കം ഗംഭീരം. കോമ്പറ്റീഷൻ അവർ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. അടുത്തതായി ഇവിടെ നടക്കുന്നത് പുതിയ സ്പൈഡർമാൻ മൂവിയിലേക്കുള്ള ഓഡീഷൻ ആണെന്ന് തോന്നുന്നു. Sanaya? Okay, that was... ഇതിൽ ആരും എടുത്തില്ലെങ്കിലും അവസാനം കാണിച്ച ആ പയ്യനെ തീർച്ചയായും പുതിയ സ്പൈഡർമാൻ മൂവിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. ഫ്രണ്ട്സ് ഒരു 3 പേര് കൂടിയാൽ പലപ്പോഴും നടക്കുന്ന ഒരു സംഭവമുണ്ട്. 2 പേരും കൂടി മൂന്നാമത്തെ ഏറി കയറ്റും. അങ്ങനെ ഒരു സന്ദർഭമാണിത്. ഇത് എനിക്ക് ഡോഗുണ്ട്. പേരെന്താ? ഓറിയോ. കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബാബു, ഈ പട്ടിക്ക് പേരിടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. അതെ 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 അതെ, എലിയുടെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പാട് ഇന്നത്തെ ഇനിയില്ല ഇല്ല. ഓക്കെ, അതെ, നമ്മൾ ലാസ്റ്റ് കഴിച്ച ഫുഡിന്റെ വെച്ചിട്ടാണ് നമ്മൾ പട്ടിക്ക് പേരിടേണ്ടത്. ലാസ്റ്റ് കഴിച്ച ഫുഡ് വെച്ച് പേരിട്ടോ. അയ്യോ, പൂരിയൊന്നും കഴിച്ചിട്ട് പേരിടാത്ത നന്നായി. കണ്ണട വെക്കേണ്ടി വരുന്നവരുടെ വിഷമതകൾ സമൂഹത്തോട് വെളിപ്പെടുത്തുകയാണ് ഈ പെൺകുട്ടി. പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, ഫ്രീ ആയിട്ട് കണ്ണ് കാണുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര കുശുമ്പാണ്. മനുഷ്യന് അസൂയ പാടില്ല. ഈ കണ്ണാടി ഇടുന്ന ഒരു കാര്യമുണ്ടല്ലോ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പറയാം ഊരി വെച്ചാൽ പോരെയെന്ന്. ഊരി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ലല്ലോ നിങ്ങളെ പോലെ ഫ്രീ ആയിട്ട്. പൈസ കൊടുത്ത് വേണം ഞങ്ങൾക്കൊക്കെ കണ്ണ് കാണാൻ. എല്ലാ വർഷവും മാറ്റി മാറ്റി പുതിയ ഫാഷനിലും പുതിയ ട്രെൻഡിലും അവരിലും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം ജീവിതകാലം മൊത്തം. എല്ലാ പ്രാവശ്യം അവിടെ ചെന്ന് ഈ കാണാമോ, ജി കാണാമോ, എച്ച് കാണാമോ, എസ് കാണാമോ. ഇറ്റ്സ് വെരി സില്ലി, യു നോ. I mean, we know the alphabets. We kind of guess it also most of the times. So we kind of know how it looks and we can just guess it and say it. So I don't think there's any point to it. And then one hot air balloon. അത് കാണുമ്പോൾ ദേഷ്യം വരും. കണ്ണിലേക്ക് കുത്തി താടി അടിച്ച് കയറ്റിയിട്ട് one hot air balloon will be right in front of you. I don't know for what. Hot air balloon should change to some hot guy or something. Don't you think? നിങ്ങൾക്കൊക്കെ പറയാം ലേസർ ഉണ്ടല്ലോ, ലെൻസ് ഉണ്ടല്ലോ, കണ്ണാടി ഒഴിവാക്കാലോ. കണ്ണ് കാണുന്നവർക്ക് അങ്ങനെ വെറുതെ എന്ത് വേണേലും പറയാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ കണ്ണാടി അങ്ങോട്ട് നമ്മൾ ഊരിക്കഴിഞ്ഞാല് മഹാവൃത്തികേടാ കാണാൻ. ഈ വൃത്തികേട് മാറ്റാനും കൂടെയാണ് ഈ കണ്ണാടി വെക്കുന്നത്. My God, sentimental and psychological move. അതിന്റെ ഒക്കെ മേളിലുള്ള കളിയാക്കലും. ഓ, കണ്ണ് കാണാത്ത പൊട്ടി, 4 കണ്ണുണ്ടല്ലോ എന്നിട്ട് കാണുന്നില്ലേ. I don't like this unfair life. Whatever. ഈ ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറയുന്നത് പോലെ ഓണറിന് പറ്റിയ പെറ്റ് തന്നെ. 2 പേരും തമ്മിൽ എന്താ ഒരു മനപ്പൊരുത്തം. ചിലർക്ക് ഈ ഡാൻസ് ചെയ്ത ആവേശം കയറി പിന്നെ കണ്ണും മൂക്കും ഒന്നും ഉണ്ടാവില്ല. ഈ നായകളൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറുണ്ട്. അതിൽ ചിലതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതിന്റെ ഇടയിലില്ലേ കഴുത്തിറക്കിട്ട് ആവണ കാണോ എനിക്ക് ഓർമ്മയില്ലേ? കാണോടാ. എടോ ആരോഗ്യം വെച്ചടോ സജി, അതൊക്കെ പണ്ട് വരക്കാലത്ത് കേട്ടാ. നീ പൊക്കാൻ വെച്ചിട്ടോ പ്ലേറ്റ് വെച്ചിട്ട് വാ നീ. ഇനി അടുത്തതായി നമ്മളിവിടെ കാണാൻ പോകുന്നത് മനുഷ്യരാശിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ഫീച്ചേഴ്സ് ഉള്ള ഒരു കാറാണ്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.